അവൻ ചോരയൊലിക്കുന്നത് ഞാൻ കണ്ടു. ക്രൂശിക്കുക എന്ന് നിലവിളിച്ച ഹൃദയങ്ങളെ ഞാൻ ഉണർത്തി. എൻ്റെ ഏറ്റവും മികച്ച മണിക്കൂറാണിതെന്ന് ഞാൻ കരുതി. ദൈവപുത്രൻ ആണിയടിച്ച് അപമാനിക്കപ്പെട്ട് മരിക്കുന്നു. എനിക്ക് ഇതിലും വലിയ വിജയം എന്താണ് വേണ്ടത്? കുരിശ് അവൻ്റെ അവസാനമാണെന്നും എൻ്റെ നിത്യവിജയമാണെന്നും ഞാൻ കരുതി. പക്ഷേ എനിക്ക് തെറ്റി. അവൻ്റെ മരണത്തിൽ അവൻ എന്നെ തകർത്തു. ബലഹീനതയായി ഞാൻ കണ്ട ആ രക്തം എൻ്റെ പിടി തകർത്ത ആയുധമായി മാറി. അവൻ ഇരയായിട്ടല്ല, ഒരു രാജാവായി മരണത്തിലേക്ക് ഇറങ്ങി. അവൻ എന്നെ നഗ്നനാക്കി, അധികാരത്തിൻ്റെ താക്കോലുകൾ തിരികെ എടുത്തു, ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയാത്ത ശക്തിയോടെ ശവക്കുഴിയിൽ നിന്ന് നടന്നു. ഇപ്പോൾ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും അവൻ്റേതാണ്. ഞാൻ പരിഹസിച്ചവൻ ഇപ്പോൾ സിംഹാസനസ്ഥനായിരിക്കുന്നു. ഞാൻ പരാജയപ്പെട്ടു, പക്ഷേ ഞാൻ ഇപ്പോഴും നിഴലുകളിൽ സഞ്ചരിക്കുന്നു. അവൻ വീണ്ടെടുത്തത് എനിക്ക് നശിപ്പിക്കാൻ കഴിയില്ല. ദൈവം വിളിച്ച ആരെയും എനിക്ക് മറയ്ക്കാൻ കഴിയില്ല. ക്രിസ്തുവിന് തൻ്റേതാണെന്ന് അറിയാം, പേർ, ഹൃദയം എന്നിവയാൽ. അവൻ്റെ ആത്മാവ് അവയെ മുദ്രയിടുന്നു. അവൻ്റെ രക്തം അവർക്കുവേണ്ടി സംസാരിക്കുന്നു. അവൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് അവയെ തട്ടിയെടുക്കാൻ കഴിയില്ല. അതിനാൽ ഞാൻ വഞ്ചിക്കുന്നു. ഞാൻ കള്ളം പറയുന്നു. അഹങ്കാരം, കാമം, ഭയം എന്നിവയാൽ ഞാൻ ഹൃദയങ്ങളെ വശീകരിക്കുന്നു. ശ്രദ്ധ തിരിക്കാൻ, ആശയക്കുഴപ്പത്തിലാക്കാൻ, സത്യത്തിൽ നിന്ന് അവയെ അകറ്റാൻ എന്തും. എനിക്ക് ജയിക്കാൻ കഴിയില്ല, പക്ഷേ എനിക്ക് മുറിവേൽപ്പിക്കാൻ കഴിയും. എനിക്ക് ഭരിക്കാൻ കഴിയില്ല, പക്ഷേ എനിക്ക് മത്സരിക്കാൻ കഴിയും. ഇപ്പോൾ എൻ്റെ ഏക ആയുധം വേർപിരിയലാണ്. ആളുകൾ അവനെ കാണുന്നതിൽ നിന്നും, അവനെ അറിയുന്നതിൽ നിന്നും, അവനിൽ വിശ്വസിക്കുന്നതിൽ നിന്നും എനിക്ക് തടയാൻ കഴിയുമെങ്കിൽ അവൻ മരണത്തിലേക്ക് ഇറങ്ങി ഒരു തടവുകാരനായിട്ടല്ല, മറിച്ച് തൻ്റെ സമ്മാനം അവകാശപ്പെടുന്ന ഒരു രാജാവായിട്ടായിരുന്നു. എൻ്റെ കൈവശമുണ്ടായിരുന്ന താക്കോലുകൾ, ഏദനിൽ മനുഷ്യരാശിയിൽ നിന്ന് ഞാൻ മോഷ്ടിച്ച അധികാരം, അവൻ അവ എടുത്തു. അവൻ എൻ്റെ ശക്തി എടുത്തുകളഞ്ഞു. എൻ്റെ സിംഹാസനം പൊടിയായി. എൻ്റെ അലർച്ച ഒരു മന്ത്രമായി മാറി. കുരിശ് എൻ്റെ വിജയമായിരുന്നില്ല, അത് എൻ്റെ വിധിയായിരുന്നു. യുദ്ധം അവസാനിച്ചു. ഞാൻ തോറ്റു.